എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ മീറ്റിങ്ങിനകത്ത് ഇറങ്ങി വരുന്ന രാത്രിയായി മാറണം. ഏതൊക്കെ ഭവനങ്ങളിൽ, ഏതൊക്കെ രാജ്യത്തിൽ, ഏതൊക്കെ പട്ടണത്തിൽ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഉയരത്തിൽ നിന്ന് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓരോരുത്തരോടും ഇന്ന് രാത്രി വചനത്തിലൂടെ ഇടപെടുന്ന രാത്രിയായി മാറണം. ഉടമന, ഹത്തര, വംശമന എല്ലാവരും അതിനെ തുറന്ന് അല്പസമയം അന്യഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാട്ടെ. നിങ്ങളുടെ അതിനെ തുറന്നുകൊണ്ട് ആത്മാവിൽ അല്പസമയം അന്യഭാഷകൾ നിങ്ങളുടെ അതരത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആ ഭാഷ ഇന്ന് രാത്രി അതിനെ തുറന്ന് നിങ്ങളുടെ വീടിനകത്ത് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാട്ടെ. അവരുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ആത്മനിറവിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വചനം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനകത്ത് ദൂത് നിങ്ങളുടെ അകത്ത് ശോഭിക്കേണ്ടതിനു വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരും അതിനെ തുറന്നുകൊണ്ട് കഴിഞ്ഞ നിമിഷം വരെ നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നു. വീണ്ടും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വചനം ധ്യാനിക്കുമ്പോൾ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം, കൽപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി പറയുമ്പോൾ അതിനകത്തെ ആത്മീയ ദൂത് വ്യക്തികളോട് സ്തോത്രം, ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അതിനകത്ത് വാർദ്ധിച്ചു തരേണ്ടതിനു വേണ്ടി ശുശ്രൂഷയ്ക്ക് തടസ്സമായി നോക്കുമ്പോൾ എല്ലാ പോരിലെ ശ്വാസിച്ചകറ്റുകയാണ്. നെറ്റ്വർക്കുകൾ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ നീന്തിരിക്കണമേ. ഇരിക്കുന്ന ഭവന അന്തരീക്ഷത്തിൽ ദൈവസ്ഥാനത്തിൽ പറയണം. ആരും അശ്രദ്ധരായിരിക്കരുത്, ആരും ദൈവജനം കേൾക്കുമ്പോൾ തടസ്സമായി വീട്ടിലെ അന്തരീക്ഷമോ അവിടുത്തെ ഏതൊരു സിറ്റുവേഷൻ ദൂരത്തിനെ തടയുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ ശാസിക്കുകയാണ്. ഇതിനകത്ത് ഡെലിവറൻസ് നടക്കുന്ന കർത്താവേ, ഒരസാധാരണമായ ആത്മസാന്നിധ്യത്തിനകത്ത് അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. എനിവൻ വചനം പറയുമ്പോൾ ചില ഹൃദയത്തിനകത്തേക്ക് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. അവരിയ്ക്കുന്ന സ്ഥലം കുലികൾ കർത്താവേ, അവർ നേരിടുന്ന പ്രതിസന്ധി ഇന്ന് രാത്രി പൊട്ടിച്ചു പുറത്തു വരും. പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്സിംഗ് എല്ലാവരും അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരും ഒരിക്കൽ കൂടി ക്രിസ്തുവചനത്തെ അറിയിക്കുന്നു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന കർത്താവ് ദാസൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ദാസനെ അനുഗ്രഹിക്കട്ടെ. മീറ്റിംഗിന് വലിയ അനുഗ്രഹമായി തീരട്ടെ. അനേകരുടെ വാഗ്ദത്തങ്ങളെ തട്ടി ഉണർത്തുന്ന മീറ്റിംഗായി മാറട്ടെ. സ്തോത്രം. ചിലർ വീട്ടിനകത്ത് ഒതുങ്ങിപ്പോയ ചിലര് കൃപയിലേക്കും ശുശ്രൂഷയിലേക്കും പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗ് മുഖാന്തരം കൃപാവരം ജ്വലിപ്പിച്ചു കൊണ്ടുവരുന്ന ആത്മാവിനെ ബോധിപ്പിച്ചു പറയുക. സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിനകത്ത് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒതുങ്ങിപ്പോയ ചിലര് സ്തോത്രം. എന്നെ പുറത്തു കൊണ്ടുവരുമോ, ഞാൻ ശുശ്രൂഷയിൽ ദേവരെ പോലെ പുറത്തു വരുമോ എന്ന് ചിന്തിച്ചവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഒരു ദൈവത്തെ പോലെ ചില ദൂത് പറഞ്ഞ് ചിലര് സീസറിന്റെ കയ്യിൽ നിന്ന് ഇരുമ്പ് രഥമുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പ്രൊഫറ്റിക്കൽ വേർഡ് പറയുവാൻ, ദൂത് പറയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വേദവചനത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് അതിനകത്തൂടെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കട്ടെ. അതിലൂടെ ചില ദൈവിക ദൂതുകൾ ദൈവം നമുക്ക് നൽകി തരട്ടെ. ഒരു ഭാഗം ഇങ്ങനെ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നിങ്ങളെല്ലാം മാത്രം എന്ന് പറഞ്ഞാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ ശക്തിയുള്ളവർ പുതുക്കണം, ശക്തി പുതുക്കപ്പെടണം. സ്വന്തം നമ്മൾ ഫോൺ റീചാർജ് ചെയ്ത് വെച്ചുകൊണ്ട് ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും തോറും അതിന്റെ ചാർജ് തീർന്നുകൊണ്ടിരിക്കും. സ്വന്തം അന്യഭാഷ പറയും, ആത്മാവ് ദൂരം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ഇന്ന് രാത്രി ചാർജ് കൂടണം. സ്തോത്രം. അല്ലെങ്കിൽ ചാർജ് വർദ്ധിക്കണം. അല്ലെങ്കിൽ അപ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരോട് ചിറകടിച്ച് പറന്ന് കയറും. സ്തോത്രം. രണ്ട് വീടുകൾ യശോപ്രവചനം വായിക്കുമ്പോൾ പറന്ന് ഉയരുന്നു എഴുതിയിട്ടുണ്ട്, പറന്ന് കയറുന്നു എഴുതിയിട്ടുണ്ട്. ഈ ഭാഗത്തിൽ നിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ പറന്ന് കയറുന്നത്. അപ്പോൾ കഴിവിനെ പറ്റി രണ്ട് ചിന്തകൾ പറഞ്ഞിട്ട് നിങ്ങളത് ബലപ്പെടുത്തിയിട്ട് ഈ വചനഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കഴിവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രതികൂലത്തിന് എതിരെ പറക്കുന്ന സ്വഭാവമാണ്. പ്രതികൂലത്തിനെതിരെ പറക്കും. ശക്തമായ മഴ പെയ്യുമ്പോൾ, സ്തോത്രം, ശക്തമായ മഴ പെയ്യുമ്പോൾ കഴിവൻ മഴയ്ക്ക് എതിരെ പറക്കും. നിങ്ങൾ വാഹനത്തിൽ, ബൈക്കിൽ, സ്കൂട്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവരാ. മഴയത്ത് ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുമ്പോൾ സ്പീഡ് കൂട്ടുമ്പോൾ ഈ മഴത്തുള്ളി മുഖത്തേക്ക് നടിക്കുമ്പോൾ വലിയ
സ്പീഡ് കുറച്ച് പോകുന്നെങ്കിൽ വേദനയുടെ കാഠിന്യം കുറവായിരിക്കും. പക്ഷെ സ്പീഡ് കൂട്ടുകയാണെങ്കിൽ ആ മഴത്തുള്ളി അതിശക്തമായിട്ട് വന്ന് നമ്മുടെ മുഖത്തേക്ക്, കൈകളിലേക്ക്, ശരീരത്തിലേക്ക് പതിക്കുമ്പോൾ വേദനയുണ്ട്. ഇതുപോലെ കഴുകൻ മഴയ്ക്ക് എതിരെ പറക്കുമ്പോൾ, മഴയോ ആകാശത്തിലേക്ക് പറന്നു കയറുമ്പോൾ മഴത്തുള്ളികൾ ആഞ്ഞു തന്റെ ചിറകിലേക്ക് പതിക്കുമ്പോൾ തന്റെ ചിറകടിച്ച് പറന്ന് കയറാൻ പറ്റാത്തതുപോലെ പ്രതികൂലം ശക്തമായി വരും. പക്ഷെ കഴുകൻ ഈ പ്രതികൂലത്തെ അഭിമുഖീകരിക്കുകയാണ്. സ്തോത്രം. ഇത് രാത്രി ചില പ്രതികൂലത്തെ അഭിമുഖീകരിക്കുന്നവരോട് പറയുകയാണ്, ശക്തി ഉണ്ടെങ്കിൽ കര കാണാൻ പോവാം. നമ്മെ ശക്തി ഉണ്ടെങ്കിൽ ചില പ്രതികൂലത്തെ മറികടക്കാൻ പോവുകയാണ്. ഇന്നുകളിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തെ പോലും മനസ്സിനെ പോലും ക്ഷീണിപ്പിക്കുന്ന ചില പ്രതികൂലത്തെ അഭിമുഖീകരിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയും, ഇന്ന് രാത്രി ആ പ്രതികൂലത്തെ മറികടക്കാൻ പോകും. സ്തോത്രം. അല്ലെങ്കിൽ അപ്പോൾ കഴുകൻ ചിറകടിച്ച് ഈ പ്രതികൂലത്തെ മേഘങ്ങൾക്ക് മുകളിലേക്ക് പറന്നു കയറുകയാണ്. സ്തോത്രം. പറന്ന് കയറുമ്പോൾ മേഘത്തോട് അടുക്കുമ്പോഴും മഴത്തുള്ളിയുടെ കാഠിന്യം ശക്തമായിരിക്കുമ്പോൾ ഈ ചിറകിലേക്ക് പതിക്കുമ്പോൾ തനിക്ക് ചിറകടിക്കാൻ പറ്റത്തില്ല. പക്ഷെ താൻ ശക്തമായി ചിറകടിച്ച് ആ മഴമേഘത്തിന് മുകളിൽ കയറും. അവൻ സ്വന്തം. പിന്നെ മഴ പെയ്യുന്നത് കഴുകന്റെ കാച്ചോട്ടിലാണ്. പിന്നെ മഴ പെയ്യുന്നത് കഴുകന് താഴെയാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ശക്തി പ്രാപിച്ചാൽ ഇന്നത്തെ പ്രതികൂലം നാളത്തെ ഇവിടെ കാൽച്ചോട്ടിലായി മാറും. അവൻ സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്നടിക്കുന്ന ചില പ്രതികൂലത്തെ നാളെ എന്റെ കാൽച്ചോട്ടി വരാൻ പോകുകയാണ്? ഇന്നത്തെ ചില കഷ്ടത, ഇന്നത്തെ ചില സാമ്പത്തിക തകർച്ച, ഇന്നത്തെ ചില രോഗം അവയെ ദൈവകൃപ കൊണ്ട് ഞാൻ എന്റെ കാൽച്ചോട്ടിലാക്കാൻ പോകുക. പിന്നെ എത്ര മഴ ശക്തമായി പെയ്താലും കഴുകന്റെ കാൽച്ചോട്ടിലാണ് പിന്നെ മഴ പെയ്യുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി വിശ്വാസത്താൽ പറ, ചില പ്രതികൂലം എന്റെ കാൽച്ചോട്ടിൽ അമരാൻ പോവുകയാണ്. ഇന്നലകളിലെ എന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ച, ഉയരാൻ കഴിയാതെ പറന്നുയരുവാൻ കഴിയാത്ത ചില പ്രതികൂലം ഞാൻ പറന്ന് കയറുന്ന ദിനങ്ങളായി മാറും. സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിന്ന് കയറും. കഴുകൻ രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ്, കഴുകൻ കാറ്റിനെതിരെ വന്നു. ശക്തമായ കാറ്റ് വരും. നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഹൈ റേഞ്ച് വയനാടൊക്കെ ഉള്ളത് എനിക്കൊന്ന് കൂടുതൽ അവിടെയാണ് പലതും. അപ്പോൾ ഈ കാറ്റ്, ശക്തമായ കാറ്റടിക്കുമ്പോൾ നോക്കിയാൽ മതി, കഴുകന്മാർ അല്ലെങ്കിൽ പരുന്ത് ഉയരത്തിൽ പറക്കുന്നതാണ്. ഈ കാറ്റിനെതിരെ പറക്കും. കുറെ കഴിയുമ്പോഴത്തേന് ഈ കാറ്റിന് ഒപ്പം പറന്നു കയറി കഴിയുമ്പോൾ പിന്നെ ഈ കഴുകനെ അല്ലെങ്കിൽ പരുന്തിനെ കൊണ്ടുപോകുന്നത് ഈ കാറ്റാണ്. പിന്നെ ചിറക് വിടർത്തി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടുപോകും. ഇത് നോക്കിയാൽ മതി, കടലോരത്തും മലപ്രദേശത്തൊക്കെ നോക്കുമ്പോൾ പിന്നെ കൊണ്ടുപോകുന്നത് ഈ പ്രതികൂലം. പിന്നെ ചില പ്രതികൂലം നാളെ നിനക്ക് നന്നായി പറക്കത്തക്കവണ്ണം, സ്വതവേ തടസ്സമില്ലാതെ പോകത്തക്കവണ്ണം ചില പ്രതികൂലം അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ചില പ്രതികൂലം എനിക്ക് ബ്ലെസ്സിംഗ് ആയി മാറുക? ഇന്നലെ വരെ ഞാൻ ഓർത്തു, കർത്താവേ, ഈ കഷ്ടത എന്നെ തകർക്കുന്നതായിരിക്കാം, ഈ കഷ്ടത എന്നെ മുമ്പോട്ട് വിടാത്തതായിരിക്കാം. പക്ഷേ ഈ പ്രതികൂലം നമ്മെ സുഗമമായി പറക്കുന്നതിന് കാരണമായി മാറും. അപ്പോൾ ആദ്യം തന്നെ ഈ ചിന്തകളെ ഹൃദയത്തിൽ നിൽക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. സ്തോത്രം. ഇവിടെ മത്തായിയുടെ സുവിശേഷം 4 സുവിശേഷങ്ങളിൽ അതിപ്രധാനമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ രാജാവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന യേശു കർത്താവിനെ തന്റെ യഹൂദന്മാരുടെ വംശാവലി, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി പറഞ്ഞുകൊണ്ട് യഹൂദന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. 28 അധ്യായം കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. അതിലെ 11ാം അധ്യായത്തിൽ സ്തോത്രം യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്ന ചില വേദഭാഗങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. സ്തോത്രം. അപ്പോൾ യോഹന്നാൻ ആരാണെന്നും യോഹന്നാന്റെ പ്രത്യേകത എന്താണെന്നും കൂടെ പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് ഞാൻ കടക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ പ്രത്യേകതയെ കുറിച്ച് കാണുവാൻ കഴിയുന്നത് തന്റെ അപ്പനും അമ്മയും വിശ്വസ്തയോടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവന്റെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത് വിശ്വസ്തയോടെ പോകുമ്പോൾ സെക്കൻഡിയാവ് തന്റെ പൂർണ്ണ ക്രമപ്രകാരം റിട്ടയർമെന്റിൽ ലാസ്റ്റ് സമയത്ത് ആലയത്തിനകത്ത് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറയുകയാണ്, സഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. സ്തോത്രം. അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കകത്ത്
ജനത്തിന് ദൂത് കൊടുക്കാൻ വേണ്ടി സക്കറിയാവ് പുറത്തുനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന് ദൂത് കൊടുക്കാൻ വേണ്ടി നിർത്തുമ്പോൾ ദൈവം പറയുകയാണ്, സക്കറിയാവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സ്തോത്രം. അല്ലെങ്കിൽ സക്കറിയാവ് വിശ്വസിച്ചില്ല. താൻ പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കും, എന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഇത് വിശ്വസിക്കാത്തതുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ പറയും, ഇത് കാണും വരെ നീ ഇനി വാ തുറക്കത്തില്ല. സ്തോത്രം. കാരണം 7 വർഷം ആലയത്തിനകത്തിരുന്ന് ദൂത് പ്രാപിച്ചവൻ, ശുശ്രൂഷിച്ചവൻ, തന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ അവിശ്വസിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറയുക, ഈ പ്രവൃത്തി കാണുന്നത് വരെ, നിനക്ക് ഒരു വാഗ്ദത്ത സന്തതി തുറക്കുന്നത് വരെ നീ വാ തുറക്കത്തില്ല. സ്തോത്രം. ഇതേ ദൂതൻ സ്തോത്രം വേദനയിൽ ഗ്രാമത്തിൽ മറിയയുടെ അടുക്കൽ ചെന്നിട്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, സ്തോത്രം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ മറിയ ചോദിച്ചു, ഇതെന്തോ ഞാൻ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും? സക്കറിയാവ് ചോദിച്ചതുപോലെ തന്നെ സ്തോത്രം മറിയ ചോദിച്ചപ്പോൾ മറിയയോട് ദൈവത്തിന്റെ ദൂതൻ പറയുക, അത്യുന്നതന്റെ നിഴൽ നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. സ്തോത്രം. കൃപയിൽ നിന്ന ശുശ്രൂഷയിൽ നിന്ന വ്യക്തി വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ ദൂതൻ എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞില്ല. പക്ഷെ അടിയൻ ഇതായി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത മറിയോട് പറയുക, അത്യുന്നതന്റെ നിഴൽ നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടുമ്പോൾ സ്തോത്രം നിന്റെ അകത്ത് ഒരു സന്തതി ജനിക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? പരിശുദ്ധാത്മാവ് ചില മേഖലകളിൽ പരിവർത്തിച്ചാൽ അസാധ്യമെന്ന് പറയുന്ന ചിലതിനെ സാധ്യമാക്കുവാൻ കഴിയും. വിശ്വസിക്കുന്നവരെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ചിലത് സാധ്യമാക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. എന്നിട്ട് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, സ്തോത്രം, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. എന്നിട്ട് ഒരു തെളിവുകൂടെ പറയുക, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഇന്ന് 6ാം മാസം. സ്തോത്രം. മറിയെ സ്തോത്രം വിശ്വസിക്കാൻ ഒരു തെളിവ് പറയുക, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഇന്ന് 6ാം മാസമാണ്. സ്തോത്രം. ഇത് കേട്ടപ്പോൾ ഇത് ഉറപ്പാണോ എന്നറിയാൻ വേണ്ടി സ്തോത്രം മറിയെ ബന്ധപ്പെട്ട് മലനാട്ടിലേക്ക് യാത്ര ചെയ്യുക. ലൂക്കോസ് സുവിശേഷം 1:39 വാക്യത്തിൽ ഇങ്ങനെ കാണും, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലേക്ക് ഒരു യഹൂദ്യ പട്ടണത്തിലേക്ക് ബന്ധപ്പെട്ടു ചെന്നു. സ്തോത്രം. പ്രഗ്നന്റ് ആയിരിക്കുന്ന, ശാരീരിക ക്ഷീണമുള്ള, നടക്കാനോ ബുദ്ധിമുട്ടുള്ള ഒരു സഹോദരി സ്തോത്രം ഒരു മലനാട്ടിലേക്ക്, ഒരു ഹൈ റേഞ്ചിലേക്ക് നടന്നു കയറി പോകുക. കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരത്തി ഇന്ന് 6ാം മാസമാണ്. അസാധ്യമെന്ന് പറഞ്ഞവൾ ഇപ്പോൾ ഒരു വാഗ്ദത്തം അകത്ത് വഹിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ മറിയയ്ക്ക് അതൊന്ന് കാണാൻ ആഗ്രഹം തോന്നി. മലനാട്ടിലേക്ക് ചെല്ലുകയാണ്. മലനാട്ടിലേക്ക് ചെന്നിട്ട് സ്തോത്രം എലിസബത്ത് വീട്ടിനകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാ. കാരണം ഈ വൃദ്ധിയായിരിക്കുന്ന എന്റെ അകത്ത് ഒരു സന്തതി വളരുന്നത് കൊണ്ട് അടുത്തുള്ളവരൊക്കെ പലതും ചോദിക്കുന്നത് കൊണ്ട് വാതിലടിച്ച് അകത്തിരിക്കുക. ആരും വന്ന് വിളിച്ചാലും വാതിൽ തുറക്കത്തില്ല. കാരണം ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടിരിക്കുക. വാതിലടച്ചിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ 1 കുട്ടി 2 കുട്ടി കഥവ് തുറക്കുന്നില്ല. സ്തോത്രം. അല്ലില്ല. ബാക്കിയുള്ളവരൊക്കെ തുറക്കാതെ വരുമ്പോൾ പോകും. പക്ഷെ മറിയയ്ക്ക് പോകാൻ പറ്റത്തില്ല. മറിയയ്ക്ക് ഒരു ഉറപ്പിന് വേണ്ടി മുട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവശബ്ദത്തിന് വേണ്ടി മുട്ടുന്നുണ്ടെങ്കിൽ അകത്ത് വാഗ്ദത്തം ചലിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ചില വാതിലുകളെ, വചനങ്ങളെ തുറന്നിട്ട് നമ്മെ ധൈര്യപ്പെടുത്തും. ചില തെളിവുകൾ നമ്മുടെ മുമ്പിൽ തരും. നിങ്ങൾ എന്നോടൊപ്പമായിരിക്കണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ചലിക്കാൻ പോവുകയാണ്. ചിലരുടെ വാഗ്ദത്തത്തിന് മേൽ ഉറപ്പ് തരാൻ പോവുകയാണ്. ധൈര്യം നൽകുമ്പോൾ വിശ്വസിക്കുന്നവരുടെ ദൈവത്തിന് പ്രവർത്തി വെളിപ്പെടും. മറിയ വാതിൽ മുട്ടിയപ്പോൾ എലിസബത്ത് വാതിൽ തുറന്നു. സ്തോത്രം. അല്ലെങ്കിൽ എലിസബത്ത് വാതിൽ തുറന്നപ്പോൾ മറിയ വന്ദനം ചൊല്ലി. വന്ദനം ചൊല്ലുകയും എലിസബത്തിന്റെ അകത്തു കടന്ന പിള്ള എന്ന് വെച്ചാൽ യോഹന്നാൻ സ്നാപകൻ അഭിഷേകം പ്രാപിക്കുകയാണ്. സ്തോത്രം. അല്ലെങ്കിൽ അവന്റെ അകത്തേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ്. സ്തോത്രം. കൃപ ലഭിച്ച അഭിഷേകമുള്ള നീ ഒരു സ്തോത്രം പറയുമ്പോൾ ചിലരുടെ അകത്ത് വാഗ്ദത്തം ചലിക്കണം. അല്ലെങ്കിൽ സ്തോത്രം. ഞാൻ ആത്മാവ് ദൈവത്തിൽ നിന്ന് മഹത്വപ്പെടുത്തുമ്പോൾ അവൻ അകത്ത് വാഗ്ദത്തമുള്ളവന്റെ അകമൊന്ന് ചലിക്കണം. മറിയ അവൻ വന്ദനം ചൊല്ലിയപ്പോൾ സ്തോത്രം എലിസബത്തിന്റെ അകത്ത് കടന്ന പിള്ള തുള്ളി.
ഞാൻ ചിന്തിച്ചു, കർത്താവെ, അകത്ത് കിടന്ന പിള്ള തുള്ളിയത്. കാരണം ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു 3-ാം മാസം, 4-ാം മാസം, 5-ാം മാസം ഒക്കെ ആകുമ്പോൾ കുഞ്ഞകത്ത് കിടന്ന് ഇങ്ങനെ ചവിട്ടുമല്ലോ. സ്തോത്രം. ചവിട്ടിയതാണ്. അതെങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് 1-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സക്കറിയാവിനോട് പറഞ്ഞു, അവൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. യോഹന്നാൻ സ്ത്രീകളിൽ വലിയ വചനത്തിന്റെ പ്രത്യേകത ഒന്ന്, അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അകത്തിരുന്നു കൊണ്ട് തന്നെ അഭിഷേകം പ്രാപിച്ചു. യോഹന്നാൻ സ്ത്രീകളിൽ വലിയവനായതിന്റെ കാരണം അവൻ അമ്മയുടെ ഉദരത്തിൽ 6-ാം മാസമായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറമനുഭവിച്ചു. അല്ലെങ്കിൽ അവൻ ഇന്ന് രാത്രി ചിലരുടെ വാക്തത്വത്തിന്റെ ഒരു നിറവ് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരുടെ അകത്തെ വാക്തത്വത്തിന്റെ ഒരു ചലനമുണ്ടാക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ തൊടുന്ന രാത്രിയായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വീടുകളിൽ അസാധാരണമായ ആത്മകരനെ ആരാധിക്കുമ്പോൾ, എളിയവരുടെ ശുശ്രൂഷിക്കുമ്പോൾ ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊടാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ചിലർ തൊടും. ഒരനോയിന്റിങ് എന്ന് രാത്രി അദ്ദേഹത്തിന്റെ കൈമാറ്റം. മറിയ വന്ദനം ചൊല്ലിയപ്പോൾ എലിസബത്തിന്റെ അകത്ത് പിള്ള തുള്ളിയെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകമുള്ള ദൈവദാസന്മാർ ദൈവവചനം പറയുമ്പോൾ, അഭിഷേകന്മാർ പാട്ടുപാടുമ്പോൾ, അവർ അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷ പറയുമ്പോൾ, നിന്റെ വീട്ടിനകത്തിരിക്കുന്ന വാക്തത്വമുള്ള മകനെ ദൈവശക്തി വ്യാപരിക്കണം. നിന്റെ വീട്ടിനകത്തിരിക്കുന്ന കൂട്ടുദാസിയുടെ അഭിഷേകം വ്യാപരിക്കണം. നിന്റെ വീടിനെ പുറത്തിരിക്കുന്ന ചടന് ദൈവശക്തി വ്യാപരിക്കണം. നമ്മി ഒരു ഗ്ലോറി ഇറങ്ങണം. ഇത് രാത്രി മഹത്വം ഇറങ്ങണം. കർത്താവിന്റെ രാത്രി അത് ചെയ്യും. 1-ാമത്തെ പ്രത്യേകത, യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ഒത്തിരി പ്രോമിസുകൾ അവൻ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ സക്കറിയാവിനോട് പറയുന്നുണ്ട്. അവൻ മക്കളെ അമ്മയപ്പന്മാരിലേക്ക് അടുപ്പിക്കും, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കും. 2-ാമത്തെ അവരുടെ പ്രത്യേകത, യോഹന്നാൻ സ്നാപകൻ അമിസ്തോത്രം യോർദാനിൽ നിൽക്കുകയാണ്. യോർദാനിൽ നിന്നുകൊണ്ട് ശക്തമായി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെ പ്രസംഗിക്കുന്നത്? അവൻ സർപ്പസന്തതികളെ വരുമുള്ള കോപത്തിൽ ഒരുങ്ങി മാനസാന്തരപ്പെടുകയുള്ള വചനം അതിശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ പറയുക, എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, അവനൊന്ന് നിങ്ങളെ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു, എനിക്ക് പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ തീ കൊണ്ടും ആത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്നുള്ള പ്രസംഗം താൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, തന്റെ അടുക്കൽ അനേകർ വന്ന മാനസാന്തരത്തിന്റെ അവൻ സ്നാനമെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഒരുവനെ സ്നാനപ്പെടുത്താൻ നിയോഗിച്ചു വെച്ചിട്ടുണ്ട്, അവന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങുന്നത് കണ്ടാൽ സ്തോത്രം അടയാളം കൊടുത്തു. സ്തോത്രം. അങ്ങനെ യേശു കർത്താവ് സ്നാനം കഴിക്കുവാൻ യോഹന്നാന്റെ അടുക്കൽ വരുന്നു. അമേൻ. സ്തോത്രം. യോഹന്നാന്റെ അടുക്കൽ വരുന്നു. അമേൻ. തന്റെ കൈകീഴി സ്നാനപ്പെടുത്തുന്നു. 2-ാമത്തെ പ്രത്യേകത, യോഹന്നാൻ സ്നാപകൻ അവൻ സ്ത്രീകളിൽ നിന്ന് വലിയവനായതിന്റെ കാരണം ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയവൻ. ഇതിനു മുമ്പും ഇതിനു ശേഷം ഉലകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ ഒരു നിയോഗം യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ യോഹന്നാൻ വലിയവനാക്കിയതിന്റെ കാരണം സ്തോത്രം ഹല്ലേലൂയ, താൻ യേശുവിനെ തന്റെ കൈകൊണ്ട് സ്നാനപ്പെടുത്തുകയാണ്. 3-ാമത്തെ പോയിന്റ്. അവൻ അടുത്ത എന്റെ ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. ദൈവരാജ്യത്തിൽ പഠിക്കുന്നതിന്റെ ദൂതിലേക്ക് ഞാൻ വരികയാണ്. ഈ ഇൻട്രൊഡക്ഷൻ, ഈ മുഖവര യോഹന്നാന്റെ പ്രത്യേകത പറയുകയാണ്. ഒരുപക്ഷെ ചിലർക്കത് മടുപ്പായിട്ട് തോന്നിയേക്കാം, ചിലരത് ബലപ്പെടുത്തിയേക്കാം. അവൻ അടുത്തത് യോഹന്നാൻ സ്നാപകൻ കാണുന്ന കാഴ്ചയാണ് യേശു കർത്താവിനെ മുന്നിൽ കാണുന്നു. 2, പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ ഇറങ്ങുന്നു. 3, സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ ശബ്ദം കേൾക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ ത്രിയേക സാന്നിധ്യം ഒരുമിച്ച് കണ്ട യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. അവൻ സ്തോത്രം. പിതാവിന്റെ ശബ്ദം കേൾക്കുന്നു, അവൻ പുത്രനെ കാണുന്നു, പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ ഇറങ്ങി നിൽക്കുന്നു. ഇത് 3 യോഹന്നാൻ സ്നാപകൻ കാണുകയാണ്. അവൻ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവൻ. അവൻ സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കണ്ടവൻ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അത് മാത്രം
മാത്രമല്ല, ശുശ്രൂഷയുടെ കാലഘട്ടത്തിലേക്ക് നാം വരുമ്പോൾ ആമേൻ സ്തോത്രം താനും തന്റെ ശിഷ്യന്മാരും നിൽക്കുമ്പോൾ യേശു അതിനെ നടന്നു നീങ്ങുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആമേൻ സ്തോത്രം. ഇത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. തന്റെ കൂടെ നിന്ന ശിഷ്യന്മാർ മുഴുവൻ യേശുവിന്റെ പിന്നാലെ പോയി. നമ്മൾ ഞാനാണ് വലിയവൻ, ഞാൻ യേശുവിനെ സ്നാനപ്പെടുത്തിയവൻ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവൻ, എന്റെ കൂടെ നിന്നാൽ വലിയ ശുശ്രൂഷ എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ പറയുക ഞാൻ കുറയണം, യേശുവിനെ വളരണം. ആമേൻ. ഞാൻ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവവചനം പഠിക്കുന്നവരെ നിങ്ങളിലൂടെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തണം, നിങ്ങളിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. ആമേൻ. നിങ്ങളിലൂടെ യേശുവിനെ ഉയർത്തുന്നവരായി മാറണം, നിങ്ങളിലൂടെ പരിശുദ്ധനായ ക്രിസ്തുവിനെ ഉയർത്തുന്ന വെളിപ്പാടായി മാറണം. ഞാൻ കുറയണം, യേശുവിൽ വളരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. അതാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മാനവരാശിയുടെ പാപം പരിഹരിക്കുവാൻ വന്ന ഉലകത്തിലെ ഏക രക്ഷകൻ അവനാ. ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നുള്ളൂ, പക്ഷെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. എനിക്ക് വെള്ളത്തിൽ നിങ്ങളെ മുക്കാൻ പറ്റത്തുള്ളൂ, പക്ഷെ തീക്കകത്ത് മുക്കുന്ന ഒരുവനാ ക്രിസ്തു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തിയ യോഹന്നാൻ സ്നാപകൻ. പക്ഷേ ഈ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നം നേരിട്ടു. ഒറ്റ ദൂത് പറഞ്ഞു, സ്തോത്രം. ഒറ്റ ദൂത്, പാപത്തിന്റെ ഒരു വിഷയം ഒറ്റ വെളിപ്പെടുത്തിയപ്പോൾ, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവന് വേണ്ടി കാത്തിരിക്കണമോ? സ്തോത്രം. അല്ലെങ്കിൽ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ ആമേൻ സ്തോത്രം കാരാഗൃഹത്തിൽ ഇരിക്കുമ്പോൾ യേശുവിന്റെ പ്രവർത്തികളെ കേട്ടിട്ട്, കാരണം മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ബദ്ധന്മാരെ ഒരുങ്ങിക്കുന്നു, അങ്ങനെ കാഴ്ച കൊടുക്കുന്നു. ആമേൻ 12 വർഷമായി രക്തസ്രാവം ബാധിച്ച സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുമ്പോൾ സൗഖ്യമാകുന്ന വലിയ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ യോഹന്നാന്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ വിടുതലില്ല. സ്തോത്രം. ആമേൻ. ബദ്ധന്മാരെ വിടുവിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള യോഹന്നാൻ ഓർത്തു, ഈ ക്രിസ്തു എന്നെ ബദ്ധനായി കിടക്കുന്ന എന്നെ വിടുവിക്കാൻ വരുമെന്ന് ചിന്തിച്ചു കാണും. അതുകൊണ്ടായിരിക്കും ശിഷ്യന്മാരെ ഏൽപ്പിക്കുക, വരുവാനുള്ളവൻ നീയോ, ആമേൻ, അതോ ഞാൻ മറ്റൊരുവിന് വേണ്ടി കാത്തിരിക്കണമോ? വ്യക്തിപരമായ ജീവിതത്തിൽ വിടുതലില്ലാതെ വന്നപ്പോൾ പതറി. അകത്ത് വെച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവൻ ഇന്ന് രാത്രി പതറിയ ചിലരെ ഇന്ന് പരിശുദ്ധാത്മാവ് രാത്രിയ ചില വിഷയത്തിൽ പതറി നിൽക്കുന്ന, ചില വിഷയത്തിൽ ചോദിച്ചു നിൽക്കുന്ന, ആമേൻ സ്തോത്രം, അത്ഭുതം കണ്ട, ആമേൻ യേശുവിനെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ, പരിശുദ്ധാത്മാവിനെ നിറവനുഭവിച്ച, ആമേൻ സ്തോത്രം, ത്രിത്വം കണ്ടവൻ, ആമേൻ ക്രിസ്തുവിനെ ആത്മാവിൽ പ്രസംഗിച്ചവൻ, കാരാഗൃഹത്തിന്റെ അനുഭവം വന്നപ്പോൾ ചോദിക്കുക, വരുവാനുള്ളവൻ നീയോ, അത് മറ്റൊരുവിന് വേണ്ടി ഞാൻ കാത്തിരിക്കണമോ? വ്യക്തിപരമായ ജീവിതം ഇടനിൽക്കുക. ഇന്ന് രാത്രി ചില ഇടർച്ചയുടെ മേൽ, ചില വിഷയത്തിൽ ഇടവ് നിൽക്കുന്നവരെ പരിശുദ്ധാത്മാവ് ആമേൻ ബലപ്പെടുത്താൻ പറ്റുക. ഇടരുത്. ആമേൻ സ്തോത്രം. ശക്തതയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ശക്തതയുടെ അഭിഷേകത്തിന് വേണ്ടി ദൈവം നിങ്ങളെ ഓർമ്മിച്ചു വച്ചിരിക്കുന്ന ചെറിയ വിഷയത്തിനകത്ത്, ചില കാലഘട്ടത്തിന്റെ വിഷയത്തിനകത്ത് ഇടവ് നിൽക്കരുത്. ഏലിയാവിന് ശക്തമേറിയ ശുശ്രൂഷ ദൈവം കൊടുത്തത്. യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞിരിക്കുന്നത് ഏലിയാവിന്റെ ആത്മാവോട് വരുന്നത്. ഏലിയാവ് സ്തോത്രം ഇസ്രായേലും ആഹാബിന്റെയും ശുശ്രൂഷ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ രാജഭരണവും അവരുടെ പ്രവർത്തികളും കണ്ടപ്പോൾ സ്തോത്രം ദൈവജനത്തിന് ഭക്ഷിക്കേണ്ട, പുരോഹിതന്മാരും അഭിഷക്തന്മാരും കഴിക്കേണ്ട ഭക്ഷണത്തെ അവൻ മാറ്റിയിട്ട് ബാലിന്റെ 450 പ്രവാചകന്മാരെ മേശയിൽ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഇത് കണ്ടപ്പോൾ ഏലിയാവ് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഴയും മഞ്ഞും പെയ്യത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ, സ്തോത്രം, ദൈവ വ്യവസ്ഥ ലംഘിക്കുന്ന ആഹാബിന്റെ ഇസബേലിന്റെ പ്രവർത്തിക്കെതിരെ അഭിഷക്തൻ ചലിച്ചു. ഇന്ന് രാത്രി ദൈവഹിതമല്ലാത്ത ചില വിഷയങ്ങൾക്കെതിരെ ആത്മാവിൽ ചലിക്കാൻ തയ്യാറുണ്ടോ? അവൻ ചിലതിനെ നോക്കി ബ്രേക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ? അവൻ സ്തോത്രം. ഹല്ലേലൂയ. ചിലത് ബ്രേക്ക് ചെയ്യപ്പെടട്ടെ. അവൻ സ്തോത്രം. ദൈവജനത്തിന് ദാരിദ്ര്യം കൊണ്ടിടുന്ന അവൻ ചില അന്യാരാധനയുടെ മേഖലകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. 18 മുതൽ 21 വരെ അധ്യായത്തിൽ ഒത്തിരി
ഒത്തിരി സംഭവങ്ങൾ നടന്നു പോവുകയാണ്. ഏലിയാവ് നേരെ പോയത് കെരീത്തിനരികത്ത് പോയിരുന്നു. അമ്മയും സ്തോത്രം വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കെരീത്തിലെ വെള്ളം പറ്റി. സ്തോത്രം. കെരീത്തിലെ വെള്ളം പറ്റിയപ്പോൾ ദൈവം പറഞ്ഞു, എഴുന്നേൽക്ക് സാരാഫാത്തിലേക്ക് പോകാൻ. ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് പറയട്ടെ, ചില കെരീത്ത് പറ്റുമ്പോൾ ഓർത്തോണം അടുത്ത ഒരു സാരാഫാത്ത് ഓപ്പൺ ആകാൻ പോവുക. അല്ലെങ്കിൽ ചില കെരീത്ത് പറ്റുമ്പോൾ ഓർത്തോണം ചില സാരാഫാത്ത് ഓപ്പൺ ആകാൻ പോവുക. ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു ചില സാരാഫാത്ത് ഓപ്പൺ ആകാൻ പോവുക. കെരീത്തിലെ വെള്ളം താമസിക്കാതെ പറ്റും, പക്ഷെ ഒരു സാരാഫാത്ത് ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് കണ്ടിട്ടുണ്ട്. ശരിയാവും. സാരാഫാത്തിലേക്ക് പോവുക. സ്വന്തം രാജ്യത്തിന് പുറത്ത് ക്ഷാമം ശക്തമായി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്ഷാമമാണ്. ആർക്കും ഭക്ഷണമില്ല, കൃഷിയെല്ലാം ആകെ മടുത്തുപോയി. അവ വെള്ളമില്ല, മഞ്ഞില്ല. അവൻ സ്തോത്രം. ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. മഞ്ഞും വെള്ളവും ഇല്ലാതിരിക്കുമ്പോൾ അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം തളർത്തുന്നുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ വെള്ളം ഇല്ലാതിരിക്കുമ്പോഴും അവൻ സ്തോത്രം നാബോത്തിന്റെ അവൻ സ്തോത്രം നാബോത്തിന്റെ മുന്തിരിത്തോട്ടം തകയ്ക്കുകയാണ്. അവൻ മഞ്ഞില്ല, വെള്ളമില്ല. അവൻ സ്തോത്രം. ഈ സമയത്ത് ആഹാബിന്റെ കൊട്ടാരത്തിനടുത്ത് കിടക്കുന്ന നാബോത്തിന്റെ മുന്തിരിത്തോട്ടം തളർത്തുക. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ദൂരം വിളിച്ചു പറയട്ടെ, എത്ര ക്ഷാമം വന്നാലും കൃപയുള്ളവന്റെ തോട്ടം തളർത്തും. അവൻ കൃപയുള്ളവന്റെ വീട് തളർത്തും. അവൻ സ്തോത്രം. കൃപ ശുശ്രൂഷയുള്ളവന്റെ വീടിനകത്ത് അവൻ ദൈവത്തോടെ വ്യാപരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനകത്ത് ചിലരുടെ കുടുംബത്തിനകത്ത് ചില ദാരിദ്ര്യത്തിന്റെ കെട്ട് പൊട്ടട്ടെ. അവൻ സ്തോത്രം. ചില ദാരിദ്ര്യത്തിന്റെ അനുഭവത്തെ ഇത് രാത്രി അഴിഞ്ഞുമറിഞ്ഞ് കൽപ്പിക്കുകയാണ്. ജഗത്തി വൈദ്യുത മനുഷ്യ അവൻ സാരഫത്തിലേക്ക് അവന്റെ വിഷയത്തിനകത്തുനിന്നൊരു കൂടെ കയറിപ്പെടാൻ വേണ്ടി ആവശ്യങ്ങളുണ്ട്. സാരഫത്തിലെ വിധവയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ വിധവ മരിക്കാതിരിക്കുക, ആത്മഹത്യ. സ്തോത്രം. കാരണം മകനും അവൻ സ്തോത്രം നമുക്കുള്ള ഭക്ഷണം മുഴുവൻ തീർന്നു സഹായിക്കാൻ വിധവയ. അവൻ സ്തോത്രം മുഴുവൻ വഴി അടഞ്ഞിരിക്കുക. അവൻ സ്തോത്രം. ഏരിയാവ് ചെല്ലുമ്പോൾ സാരഫത്തിന് വിധവയും മകനെയും അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു ആത്മഹത്യ പിശാചിനെ കൂടെ കാണും. സ്തോത്രം. അല്ലെങ്കിൽ കാരണം നീ തോറ്റു, നീ തകർന്നു, അവൻ തീരാൻ പോവുക. ഒരടയുടെ മാവൂടെ ഉള്ളൂ. സ്തോത്രം. പക്ഷെ അവൻ സ്തോത്രം ആ വീട്ടിനുള്ളിലോട് സാത്താൻ പറയുക, നീ മരിക്കാൻ പോവുക, നീ നിന്റെ മകന് തീർന്നേ, നീ നിന്റെ മകന് ഇനി രക്ഷയില്ലവേ. പക്ഷെ ഏലിയാവിൽ വ്യാപരിക്കുന്ന ദൈവശക്തി പറയുക, ഇല്ല, ജീവിക്കാൻ പോവുകയാണ്. ആരുമില്ല, ഇല്ല, ജീവിക്കാൻ പോവുകയാണ്. തീർന്നിട്ടില്ല. പിശാച് പറയും ചില അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ ആമി സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ആമി സ്തോത്രം ചിലത് തുടങ്ങാൻ പോകുക. ആമി സ്തോത്രം. ഹല്ലേലൂയ. ചിലത് തുടങ്ങാൻ പോവുക. ഹല്ലേലൂയ. ചിലത് തുടങ്ങാൻ പോകുക. ആമി സ്തോത്രം. ഐഡിയയിലുള്ള അഞ്ചോട് പരിശുദ്ധാത്മ പറയുന്നു ചിലത് ദൈവം തുടങ്ങാൻ പോകുന്നുള്ളൂ. സ്തോത്രം. ചിലത് ദൈവം തുടങ്ങാൻ പോകുന്നുള്ളൂ. ചില മേഖലകളിൽ ദൈവത്തിന്റെ വർധനവിന്റെ തലം തൊടാൻ പോകുന്നതേ ഉള്ളൂ. ആയിട്ടില്ല. ചിലത് സംഭവിക്കാൻ സമയമായിട്ടേ ഉള്ളൂ. നിരാശപ്പെടരുത്. നിരാശയുടെ കെട്ട് ആ വീടിനകത്തുനിന്ന് പൊട്ടട്ടെ. ചില ആകുല ചിന്തകളുടെ കൂടുതൽ ഇന്ത്യരാഷ്ട്രീയ വീട്ടിൽ നിന്ന് അഴിയട്ടെ കർത്താവേ. സാരാഫത്തിലെ വിധവയുടെ അകത്ത് ഞെരുക്കം വന്നതുപോലെ ചില വിഷയത്തിനകത്ത് ഞെരുക്കം വന്നിട്ട് സ്തോത്രം. ഹല്ലേലൂയ. തീർന്നല്ലോ എന്നുള്ള ചിന്തയിരിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അവിടെ ദൈവത്തിന് ചിലത് തുടങ്ങാറുണ്ട്. എവിടെ തീർന്നു? ഇസ്രായേൽ മക്കളുടെ വഴി തീർന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വഴി തുടങ്ങുന്നത്. നിങ്ങൾ അവസാനിച്ചു, ഇതിനപ്പുറത്തിന് വിടുതലില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറഞ്ഞ ചില തുടക്കം ദൈവത്തിന് ഇനി കിടപ്പുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില തുടക്കം കിടപ്പുണ്ട്, ചില തുടക്കം തുടക്കം കിടപ്പുണ്ട്. ഇത് രാത്രി ഒരു അഭിഷേകം അവിടെ കൈമാറുക. ഒരു ശുദ്ധാത്മാവ് ഒരപ്പം വർദ്ധിച്ചതുപോലെ സാരാഫത്തിലെ വീട്ടിലെ വിധവയുടെ വീട്ടിലെ മാവ് വർദ്ധിച്ചതുപോലെ ചില വർദ്ധനവിന്റെ തലം ദൈവത്തിന് അവിടെ തൊടാനുണ്ട്. പരിശുദ്ധാത്മാവിനോട് ചെയ്യാറുണ്ട്. സ്വന്തം കാനാനിലെ കല്യാണ വീട്ടില് വീഞ്ഞ് തീർന്നു പോയപ്പോൾ സ്തോത്രം യേശു കർത്താവ് പറയുകയാണ്, സ്തോത്രം ആ കിണറ്റിലെ വെള്ളം എനിക്ക് മതി, നിന്റെ നിന്ന് മാറ്റാൻ. ആ കിണറ്റിലെ വെള്ളം എനിക്ക് മതി, നിന്റെ അപമാനം മാറ്റാൻ. നമുക്കുള്ള ദൈവപ്രവൃത്തി നമ്മുടെ വീട്ടിനകത്ത് കിടപ്പുണ്ടെന്ന്. നമുക്കുള്ള ചില രീതികൾ നന്മയുടെ തുടക്കമിടാൻ ദൈവത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ചിലത് തൊട്ടാണ്. ഇസ്രായേൽ മക്കൾ വഴി തീർന്നു. ചെങ്കടലിന് അപ്പുറത്തേക്ക് വഴി എന്ന് പറയുമ്പോൾ സ്വന്തം പറയുക വഴി തുടങ്ങാൻ പോകുന്നതാണ്. വഴി അതിന്റെ ആഴത്തിൽ കിടപ്പുണ്ട്, വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുക, ചെളി നിറഞ്ഞു കിടക്കുക. പക്ഷെ ഞാൻ ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിക്കുമ്പോൾ ആ ചെളി മാറും, അവിടെ മണൽ തെളിയും. ഇന്ന് ചെളിയായിട്ട് കിടക്കുകയായിരിക്കും. പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് ചിലപ്പോൾ ചെളി കൂടി കിടക്കുകയായിരിക്കാം, ഇന്നൊരു പക്ഷെ വെള്ളം കൂടി കിടക്കുക. പക്ഷെ ഒരു കിഴക്കൻ കാറ്റ് അടിക്കുമ്പോൾ കടൽത്തരിയിലെ മണൽത്തരി പോലെ ഉണങ്ങിയ തലം വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവരെ